ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദാവടി സെറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാവാട സ്റ്റിച്ച് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ പാവാടയും ബ്ലൗസും കൂടി ഒരു വീഡിയോയിൽ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. രണ്ടും കൂടി നോക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവുന്നുണ്ട്. അത് കാരണം പാവാട തനിയായിട്ടുണ്ട്, ബ്ലൗസ് തനിயாக വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മൾ തുണി 3 മീറ്റർ തുണിയായിരുന്നു പാവാടയ്ക്ക് വേണ്ടി ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ആദ്യം ഒന്ന് മടക്കിയിട്ട് സെൻറ്റർ ഒരു കട്ടിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി മടക്കുക, അപ്പോൾ നാല് ഫോൾഡായി കിട്ടില്ലേ. അപ്പോൾ അവിടെ ഒന്ന് ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. നമുക്ക് അളവ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്ലീറ്റ്സ് ഇട്ടിട്ടെടുക്കാം. ആദ്യം തുടങ്ങുമ്പോൾ നമുക്കൊരു 2 ഇഞ്ച് വിടാം. ഒന്ന് മടക്കിയടിക്കുമ്പോൾ വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി വിടുന്നത്. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ വിടാം കേട്ടോ. ഞാനതിൽ 2 ഇഞ്ച് വിടുന്നുണ്ട്. ഇതിൽ നമ്മൾ ഫസ്റ്റ് കട്ടിൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ ഈ ഹിപ്പ് സൈസ് 36 എടുത്തിട്ടുള്ളത്. അപ്പോൾ 36 നമുക്ക് 4 ഭാഗിക്കുക. അപ്പോൾ ഒരു ഭാഗം നമുക്ക് 9 ഇഞ്ച് കിട്ടണം. അപ്പോൾ 9 ഇഞ്ചിനുള്ള പ്ലീറ്റ്സാണ് നമ്മൾ എടുത്ത് തരേണ്ടത്. അപ്പോൾ 2 അവിടെ വരുമ്പോൾ 18 ഇഞ്ച്, അങ്ങനെ 4 സൈഡ് വരുമ്പോൾ നമുക്ക് 36 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മൾ എത്രയാണോ അളവിൽ പ്ലീറ്റ്സിന് വേണ്ടി എത്ര ഇഞ്ചാണോ എടുക്കുന്നത് ആ ഇഞ്ച് തന്നെ ഫുള്ള് പാവാടയിലും ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഒന്ന് ചെറുത് ഒന്ന് വലുതായിട്ട് കാണാൻ രസം ഉണ്ടാവില്ല. ഞാനിതിൽ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ 3 ഇഞ്ചിൽ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ വലുതായിട്ട് കിട്ടുകയാണെങ്കിൽ ഇത്തിരി കുറച്ച് കൂടുതൽ എടുക്കുക. ഹിപ്പ് സൈസ് കമ്മിയുള്ളവർ, ഹിപ്പ് സൈസ് കൂടുതലുള്ളവരാണെങ്കിൽ 3 ഇഞ്ചിനെ കാട്ടി ചെറുതായി എടുക്കുക. ഹിപ്പ് സൈസിനെ 4 ഭാഗിച്ചിട്ട് ആ ഒരു സൈഡ് നമ്മൾ ഹിപ്പ് സൈസിൻ്റെ വരുന്ന സൈഡ് എടുത്തിട്ട് അങ്ങനെ 4 ഭാഗമായി കിട്ടുമ്പോൾ കിട്ടും കേട്ടോ അളവ്. ഇതിപ്പോൾ എനിക്ക് 36 കാരണം ആണ് ഞാൻ 3 ഇഞ്ച് എടുക്കുന്നത്. എനിക്ക് 35 അത്രയൊക്കെ മതി. അപ്പം ഞാൻ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടാണ് അളവെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ 4 പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അളന്ന് നോക്കുമ്പോൾ നമുക്ക് 9 ഇഞ്ച് തന്നെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് കട്ട് വരുമ്പോൾ. ഇനി ബാക്കിയുള്ള പ്ലീറ്റ്സും കൂടി അടിച്ചെടുക്കാം. എനിക്ക് ഈ അളവൊന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാ അളവും കൂടി എടുത്തിട്ട് നമുക്ക് ഹിപ്പ് സൈസിൻ്റെ അളവെടുക്കുക. അളവെടുത്തിട്ട് അതിന് എത്രയാണോ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നത് അത് ഒരേ അളവിലിട്ട് എടുക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി. 2-3 എണ്ണമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായി വരും കേട്ടോ. നമ്മൾ ഫുള്ളായി പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തയ്യൽ തുമ്പിന് നമ്മൾ വിട്ടത്. ആ തയ്യൽ തുമ്പിൻ്റെ വിട്ടവിടെ നമുക്ക് ഒരു താഴോട്ട് ഓപ്പൺ വരുന്ന ഭാഗമില്ലേ പാവാടൻ്റെ, ആ പാവാടൻ്റെ അവിടെ നമുക്കൊരു 4.5 ഇഞ്ച് ഞാൻ ഇതിൽ വിടുന്നുണ്ട്. 1/2 ഇഞ്ച് മേലെ ബെൽറ്റിന് പോവും, ബാക്കി 4 ഇഞ്ച് ഓപ്പണിന് കിട്ടും കേട്ടോ. അവിടെ മാത്രം ഒന്ന് അരിക് മടക്കി ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിക്കണം. നമ്മൾ ഓപ്പണിനൊക്കെ വരുമ്പോൾ ചെറിയൊരു ടാക്ക് ഇട്ട് കൊടുക്കില്ലേ, അതേമാതിരി വീഡിയോയിൽ കാണുന്ന മാതിരി 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് മേലെ തയ്യൽ തുമ്പിന് കേട്ടോ. അപ്പോൾ 4 ഇഞ്ച് നമുക്ക് കിട്ടും. ഉള്ളിലോട്ടായി ഒന്ന് മടക്കി ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ചെറിയ മാർക്ക് കൊടുത്തില്ലേ അവിടെ നിന്നോട്ട് താഴോട്ട് വരെ ജോയിൻ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബെൽറ്റ് പീസിനുള്ള ഇത് എടുത്തിട്ടുണ്ട്. ആ കസവ് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. നമുക്ക് വീതി ഒരുപാട് വീതി വേണമെങ്കിൽ ഒരു 5 ഇഞ്ച് എടുത്താൽ നമുക്ക് 2.5 ഇഞ്ച് കിട്ടും. നമ്മൾ 2 വശവും ഫോൾഡ് ചെയ്യല്ലേ, അപ്പോൾ 2.5 ഇഞ്ച് കിട്ടും. നമുക്ക് വീതി എങ്ങനെയാണ് വേണ്ടത് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. നമ്മൾ പാവാടൻ്റെ അളവെടുത്തില്ലേ അതിനെക്കാട്ടി ഒരു ഇഞ്ച് 2 വശത്തും അങ്ങനെ 2 ഇഞ്ച് അങ്ങനെ കൂടുതൽ ബെൽറ്റിനുള്ള പീസ് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ബെൽറ്റിലുള്ള പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് അരികടിച്ചെടുക്കണം. ഇപ്പം കണ്ടില്ലേ 2 വശവും അങ്ങനെ കിട്ടുക. ആ വശം ഒന്ന് അരികടിച്ചെടുക്കുക. ഒരു വശം നമ്മൾ പാവാടൻ്റെ അവിടെ വെച്ചടിച്ചാൽ മതി. അപ്പോൾ ഒരു വശം മാത്രം ഒന്ന് അരികടിച്ചെടുക്കുക. തുമ്പൊന്ന് അരികടിച്ചെടുത്താൽ മതി.
അരി കടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുമ്പ് നമ്മളിത് അതിൽ കാണണമാതിരി ചെയ്യുക കേട്ടോ. നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ, അത് വിട്ടിട്ട് വേണം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ. ആ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ പാവാടൻ്റെയും ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉള്ളിലോട്ട് വരുന്ന മാതിരി രീതിയിൽ നല്ല തുണി മേൽവശത്ത് ഇതിന് കാണുന്ന മാതിരി വരണം. പട്ടിൻ്റെ കസവൊക്കെ ഉള്ളിൽ പോകുന്ന മാതിരത്തെ രീതിയിൽ. നിങ്ങൾക്ക് തുണിയാണെങ്കിൽ തുണിയിൽ വെച്ചടിക്കുക കേട്ടോ. കുറച്ച് സ്റ്റിഫ്നെസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ചുരിദാർ നെക്ക് ക്യാൻവാസൊക്കെ വെക്കില്ലേ, അതൊന്ന് ആ നീളത്തിലൊന്ന് അയൺ ചെയ്തെടുത്ത് വെച്ച് നമുക്ക് പാവാടൻ്റെ അവിടെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് വെച്ചെടുക്കുന്നില്ല. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ആ കസവ് ബെൽറ്റ് പീസ് നമ്മൾ ജോയിൻ എടുക്കുന്നുണ്ട്. ഫുള്ളായി ജോയിൻ ചെയ്തെടുത്തിട്ട് അതിലങ്ങനെ ഉള്ളിലോട്ട് മടക്കുക. മടക്കിയതിന് ശേഷം ആ 1 ഇഞ്ചും കൂടി ഉള്ളിലോട്ട് മടക്കണം. ഇതതിൽ കാണുന്ന മാതിരി നമുക്ക് ആ 1 ഇഞ്ചില്ലേ അത് ഉള്ളിലോട്ടൊന്ന് മടക്കുക. എന്നിട്ട് ആ മേലെ അരി കടിച്ച പീസ് നമ്മുടെ പാവാടയോട് ജോയിൻ ചെയ്ത് ആ 1/2 ഇഞ്ച് വിട്ടിൽ തന്നെ നമുക്ക് അടിച്ചുകൊണ്ട് വരിക. ഒരുപാടിങ്ങനെ വലിച്ചടിക്കരുത്. വലിച്ചടയ്ക്കുമ്പോൾ നമുക്ക് തുണിയില്ലേ പിരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഒന്ന് ആ പ്ലീറ്റ്സിനൊത്തനുസരിച്ച് വേണം അടിക്കാൻ. പതുക്കെ ഒന്ന് അടിച്ച് വരിക. നമ്മൾ സ്പീഡിൽ അടിച്ചാൽ ചിലപ്പോൾ തുണി തിരിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. എളുപ്പമാണ്. 10 മിനിറ്റിലൊക്കെ നമുക്ക് വേഗം ഒന്ന് പാവാടയൊക്കെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബെൽറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് തിരിഞ്ഞൊന്നും വന്നിട്ടില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി പാവാടൻ്റെ മേലെയും കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക, ബെൽറ്റിൻ്റെ മേലെ. അതും നമ്മൾ അടിച്ചു കൊടുത്തു. ഇനി ഇതിൽ നമ്മൾ ചരട് ഇടുന്നില്ല കേട്ടോ, കൊക്കിയാണ് വെക്കുന്നത്. ആ കൊക്കി വെക്കുന്നത് ഞാൻ കൊക്കി ഊക്കില്ലേ, ഊക്ക് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതിനുള്ള ഊക്ക് കൊളുത്തുന്ന ആ പട്ടി പീസ് മാത്രം നമ്മൾ വെക്കുന്നുണ്ട്. ഇനി ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ആ 4 ഇഞ്ച് താഴോട്ട് വിട്ടില്ലേ, ആ താഴോട്ട് വിട്ട് അവിടുന്ന് നമുക്ക് ഒരു ടാക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കെട്ടിട്ടിട്ട് 1/2 ഇഞ്ച് ലെങ്ത്ത് വിട്ടിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് താഴോട്ട് സ്ട്രെയിറ്റായിട്ട് അടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് താഴെ ഒന്ന് മടക്കിയും കൂടി അടിച്ചു പറഞ്ഞു വെച്ചാൽ നമ്മൾ പാവാടൻ്റെ തുന്നണത് കഴിഞ്ഞു. ഇതിൽ നമുക്ക് കൊക്കി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഇതിൽ ചരടിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ നമ്മൾ 1 ഇഞ്ച് വിട്ടില്ലേ അവിടെ മാത്രം ഒന്ന് ഓപ്പൺ ചെയ്ത് വിട്ടാൽ മതി. ഉള്ളിൽ കൂടെ ചരടെടുത്ത് ഇടാം. നമ്മൾ അടിയൊന്ന് മടക്കി അടിക്കുന്നുണ്ട്. അടിവശം ഒന്ന് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് ലെങ്ത്തിൽ തന്നെയാണ് അടിക്കുന്നത്. നമ്മൾ മടക്കി അടിച്ചെടുത്തു. ഇനി നമുക്ക് കൊക്കി വയ്ക്കുന്നില്ലേ, ആ കൊക്കി വയ്ക്കുന്ന ബെൽറ്റ് പീസൊന്ന് അടിച്ചെടുക്കാം. ഒരു വശത്ത് കൊക്കിയും ഒരു വശത്ത് ഇങ്ങനെ കൊളുത്ത് മാട്ടുന്ന രീതിയിൽ ആണ് അടിച്ചെടുക്കുന്നത്. അതിനൊരു നീളത്തിലുള്ള പീസ് എടുക്കുക. നമുക്ക് എത്രയാണോ കൊളുത്ത് മാട്ടുന്ന അത് വേണ്ടത് അതിനനുസരിച്ച് നീളത്തിലൊന്ന് അടിച്ചെടുക്കുക. ഇതും കുറച്ച് സ്റ്റിഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് എടുക്കാം. ഞാൻ വെച്ചെടുക്കുന്നില്ല. നമ്മൾ ഒരു 2.5 ഇഞ്ച് പീസ് എടുത്തിട്ട് ഞാൻ ചെറിയതാണ് കേട്ടോ വെക്കുന്നത്. ചെറിയ കൊളുത്തല്ലേ വയ്ക്കുക. ഇങ്ങനെ ഇതിൽ കാണുന്ന മാതിരി നമ്മൾ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയും താഴെയും കൂടി ഒന്ന് അടിച്ചുകൊണ്ട് വരിക. അപ്പോൾ നമുക്ക് കൊളുത്ത് ഈ നമ്മൾ ബോക്സ് ആക്കിയില്ലേ അതിലാണ് നമ്മൾ കൊളുത്തുക. നിങ്ങൾ ഒരിക്കൽ അടിച്ചു നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇത് വേഗം കൊളുത്താണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. പാവാടയിൽ ഇപ്പോൾ ചരടിട്ടു പറഞ്ഞു വെച്ചാൽ ചരട് ചുരുക്കുമ്പോൾ നമ്മൾ ചുരുങ്ങണത് കാണില്ലേ. ഇത് പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ കൊളുത്തുന്നത് അത് കുറച്ചിങ്ങനെ നീട്ടി കൊളുത്തിയാൽ മതി.
കണ്ടോ, ഈ ബോക്സിലാണ് നമ്മൾ കൊളുത്തേണ്ടത്. ചെറിയ ചെറിയ ബോക്സ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണമൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കി വെച്ചെടുത്തു എന്നേ ഉള്ളൂ. ഒരു ഭാഗത്ത് ഇങ്ങനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് കൊളുത്തും വയ്ക്കാം. നമ്മുടെ പാവൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതില്ലേ നീറ്റായി നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കൊളുത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.